വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കണ്ണാടിയിൽ നോക്കുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞതുപോലുള്ള ഒരു അസ്വസ്ഥത അല്ലെങ്കിൽ ഒരു വ്യത്യാസം നിങ്ങൾക്ക് നാക്കിൽ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ പ്രഗ്നൻസി പോസിറ്റീവ് ആകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് നിങ്ങൾ കേട്ട് കഴിയുമ്പോൾ കുറച്ച് വിയേർഡ് ആണെന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരു പ്രഗ്നൻസി സിംറ്റംസിനെ പറ്റിയിട്ടാണ്. പ്രഗ്നൻസി അല്ലെങ്കിലും നമുക്കുണ്ടാകുന്ന വളരെ കോമൺ ആയിട്ടുള്ള ഒരു ലക്ഷണമാണിത്. പക്ഷേ പ്രഗ്നൻസി ആകുമ്പോഴേക്കും നമുക്കിത് ഉണ്ടാകാനായിട്ടുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ് കേട്ടോ. അപ്പോൾ പ്രഗ്നൻസി ലക്ഷണം എന്താണെന്ന് നമുക്ക് നോക്കിയാലോ. ഇതുപോലെ ഒരുപാട് പ്രഗ്നൻസി ലക്ഷണത്തിനെ പറ്റിയിട്ട് വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. കാണാൻ വേണ്ടിയിട്ട് ഏർലി പ്രഗ്നൻസി സിംറ്റംസ് എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. ഇതുപോലുള്ള പ്രഗ്നൻസി ലക്ഷണത്തിനെ പറ്റിയിട്ട് വീഡിയോസ് ചെയ്യുന്നത് ഒരുപാട് പേർക്കൊരു അവയർനെസ്സിന് വേണ്ടിയിട്ടാണ്. കാരണം ഇതും പ്രഗ്നൻസിയിൽ ഉണ്ടാകും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യുന്നത്. കാരണം പല ആളുകളും പ്രഗ്നൻസിയുടെ ലക്ഷണങ്ങളും PCODയുടെ ലക്ഷണങ്ങളും ഇറഗുലർ പീരിയഡ്സിന്റെ ലക്ഷണങ്ങളും കൂടി വരുന്നവർ ചിലപ്പോൾ ഒന്ന് മനസ്സിലാകാൻ പറ്റാത്ത സിറ്റുവേഷനിൽ ഒന്ന് കെയർ കൊടുക്കാൻ പറ്റാത്ത സിറ്റുവേഷനിലൊക്കെ പ്രഗ്നൻസി നഷ്ടമായി പോകുന്നവരുണ്ട്. അങ്ങനെയൊക്കെ ഒന്ന് പോകാതിരിക്കാനായിട്ട് ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് കേട്ടോ. ഇതുപോലുള്ള ഒരു പ്രഗ്നൻസി ലക്ഷണവും നിങ്ങൾക്കില്ലെങ്കിലും ബോഡി നന്നായിട്ട് കെയർ ചെയ്യുക. എക്സ്പെക്ടഡ് ഡേറ്റ് കഴിഞ്ഞിട്ട് 5 ദിവസമെങ്കിലും കഴിഞ്ഞ് രാവിലെ ആദ്യത്തെ യൂറിൻ എടുത്തിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഇവിടെ സംസാരിക്കുന്നത് നമ്മുടെ നാവിലുണ്ടാകുന്ന വ്രണത്തിനെ പറ്റിയിട്ടാണ്. ടങ്കിൽ നമുക്കുണ്ടാകുന്ന ഒരു അൾസർ പോലുള്ള ഒരു ബുദ്ധിമുട്ട്. അത് ചില ആളുകൾക്ക് അൾസർ പോലെ ഉണ്ടാകും, ചില ആളുകൾക്ക് ആ ഒരു നാക്കിന്റെ ഒരു സൈഡിലോ അല്ലെങ്കിൽ നാവിന്റെ ഉള്ളിലോ ആയിട്ട് റെഡ് കളറിലായിരിക്കും കാണപ്പെടുന്നത്. ചിലർക്ക് പെയിൻ ഉണ്ടാകും, ചിലർക്ക് ഒരു ലംബ് പോലെ, അതായത് കുഞ്ഞൊരു മുഴ പോലെയൊക്കെ ആയിരിക്കും ഫീൽ ചെയ്യുന്നത് കേട്ടോ. പലർക്കും പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണത്. എനിക്ക് മൗത്ത് അൾസർ ആയിട്ടായിരുന്നു വന്നേച്ചത്. കാരണം പെട്ടെന്ന് ഓരോ മാസവും കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മൗത്ത് അൾസർ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ വന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പൊ ചോദിച്ചപ്പോൾ ഡോക്ടറോട് ഇതുപോലെ B വിറ്റമിന്റെ മെഡിസിൻ എടുക്കണമെന്ന് ചോദിച്ചപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു നമുക്ക് പ്രഗ്നൻസിയിൽ ഉണ്ടാകും, തരുന്ന സപ്ലിമെന്റ്സ് മാത്രം എടുത്താൽ മതി എന്നാണ് കേട്ടോ പറഞ്ഞായിരുന്നത്. അപ്പോൾ എന്തൊക്കെ റീസൺസ് കൊണ്ടാണ് നമുക്ക് ഇതുപോലെ ഉണ്ടാകുന്നതെന്ന് നോക്കാം. ഏറ്റവും ആദ്യത്തെ നമ്മൾ എല്ലാത്തിനെയും ബ്ലെയിം ചെയ്യുന്നത് HCG പ്രഗ്നൻസി ഹോർമോൺസിനൊക്കെ തന്നെയാണല്ലോ. അപ്പോൾ ഏറ്റവും ആദ്യത്തെ റീസൺ എന്ന് പറയുന്നത് ഹോർമോണൽ ചേഞ്ചസ് തന്നെയാണ്. പ്രഗ്നൻസി ആകുമ്പോഴുണ്ടാകുന്ന ബോഡി ചേഞ്ചസ് കൊണ്ട് നമ്മുടെ ബോഡിയിൽ അൾസർ ഉണ്ടാകാനായിട്ടുള്ള ഒരു ആക്ടിവിറ്റീനെ ഇത് ട്രിഗർ ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് റെക്കറന്റ് ആയിട്ട് നമുക്ക് മൗത്ത് അൾസർ ഉണ്ടാവാനായിട്ട്, അതുപോലെ ടങ്കിലാണെങ്കിലും അൾസർ പോലുള്ള ബുദ്ധിമുട്ടുകൾ, ഇതാണ് കേട്ടോ അൾസർ എന്ന് ഉദ്ദേശിച്ചത്, അത് നമുക്ക് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഏറ്റവും ആദ്യത്തെ റീസൺ എന്ന് പറയുന്നത് ഹോർമോണൽ ചേഞ്ചസ് തന്നെയാണ്. രണ്ടാമത്തെ റീസൺ ആണ് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് നമുക്ക് ഉണ്ടാവുന്നത്. നമ്മൾ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് ശരീരത്തിൽ നമുക്ക് എന്തെങ്കിലും ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് ഉണ്ട്, നമുക്ക് വേണ്ട വിറ്റമിൻ ഡെഫിഷ്യൻസി നമുക്ക് ശരീരത്തിൽ ഉണ്ടെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ കൂടി തന്നെയാണ് നമ്മൾ കടന്നു പോകുന്നതെങ്കിൽ പല സ്ത്രീകൾക്കും ഈ ഒരു സിറ്റുവേഷൻ ഭയങ്കര വേഴ്സ് ആയിട്ടുണ്ടാവുന്നത്, അതായത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് അനുഭവപ്പെടുന്നത് പ്രഗ്നൻസി സമയത്താണ്. കാരണം കുഞ്ഞു ഗ്രോ ആവുന്നതിനും നമ്മുടെ ശരീരത്തിലെ പല ആക്ടിവിറ്റീസ് നടക്കുന്നതിനും നമുക്ക് വേണ്ടത് ഇങ്ങനെ ന്യൂട്രീഷൻ ആണ്. അപ്പൊ അതിന്റെ ഡെഫിഷ്യൻസി ശരീരത്തിൽ ഉണ്ടാകുന്നത് നിങ്ങൾക്ക് ഇതുപോലുള്ള ഇഷ്യൂസ് ഭയങ്കര വേഴ്സ് ആയിട്ടുണ്ടാവുന്നതിന് കാരണമാകുന്നുണ്ട് കേട്ടോ. മൂന്നാമതായിട്ട് നമുക്ക് ഉണ്ടാവുന്നത് നമ്മൾ തന്നെ ബ്രഷ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് കൊണ്ടാണ്. അതായത് പ്രഗ്നൻസി ആകുന്ന സമയത്ത് നമ്മുടെ ബോഡി ഭയങ്കര വീക്കും സെൻസിറ്റീവും ആവുന്നുണ്ട്. അപ്പൊ നമ്മൾ ജസ്റ്റ് ബ്രഷ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ഭാഗത്തോട്ട് ബ്രഷ് ഒന്ന് സ്ലിപ്പായി പോകണമെങ്കിൽ പെട്ടെന്ന് തന്നെ അവിടെ പൊട്ടാനായിട്ട് ചാൻസ് ഭയങ്കര കൂടുതലാണ്. അങ്ങനെ പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് നാവിൽ കൊണ്ട് പൊട്ടി കഴിഞ്ഞാലും, നാവിൽ ജസ്റ്റ് ഒന്ന് മുറിഞ്ഞു കഴിഞ്ഞാലും, അതുപോലെ വായുടെ അകത്താണെങ്കിലും ഒന്ന് പൊട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് അത് വ്രണമാവാനായിട്ടുള്ള ചാൻസസ് നല്ല കൂടുതലാണ്. നമ്മൾ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് ബ്ലഡ് സർക്കുലേഷൻ എല്ലാ ഭാഗത്തോട്ടും ഇൻക്രീസ് ആകുന്നു എന്ന് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് അറിയാലോ. അത് നമ്മുടെ വായുടെ ഭാഗത്തോട്ട് ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതിന്റെ ഭാഗമായിട്ട് ആ ഭാഗമൊക്കെ കുറച്ചും കൂടി സെൻസിറ്റീവ് ആവും, അല്ലെങ്കിൽ വീക്കം, അങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളൊക്കെ ആ ഒരു ഭാഗത്ത് ഉണ്ടാവാനായിട്ട് ചാൻസ് നല്ല കൂടുതലാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്തിട്ട് ഒന്ന് സ്ലിപ്പായി പോകുന്ന സമയത്ത് നമുക്ക് ഇതുപോലുള്ള ഇഷ്യൂസ് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അടുത്തൊരു റീസൺ എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഫുഡ് ഐറ്റംസ് ആണ്. അതായത് അസിഡിക് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് നമ്മൾ കൂടുതലായിട്ട് കഴിക്കുമ്പോഴേക്കും അത് നമ്മുടെ ശരീരത്തിൽ ഹാർട്ട് ബേണും ഫ്രീക്വന്റ് ആയിട്ടുള്ള ബർപ്പിംഗ് ഇഷ്യൂസും അതുപോലെ നമുക്കുണ്ടാകുന്ന വോമിറ്റിങ്ങും ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇത് മൗത്തിന്റെ pH ബാലൻസിനെ അഫക്ട് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ടാകുമ്പോഴേക്കും ഈ pH ബാലൻസിൽ വ്യത്യാസം വരുന്നത് ഡയറക്റ്റ് ആയിട്ട് മൗത്ത് അൾസറും അതുപോലെ ടങ്കിൽ അൾസറും ഉണ്ടാകാനായിട്ടുള്ള ഒരു സിറ്റുവേഷൻ നമുക്ക് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. പലർക്കും നിങ്ങൾക്ക് ഇപ്പോൾ അറിയാം, ഹാർട്ട് ബേൺ ഉണ്ടാകുന്ന സമയത്ത് വായിലൊക്കെ ഒരുമാതിരി ടേസ്റ്റ് വ്യത്യാസമായിരിക്കും. അതുപോലെ ഫ്രീക്വന്റ് ആയിട്ട് ബർപ്പിംഗ് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് വായിൽ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാകും. അതൊന്നും ഇഷ്യൂ ഒന്ന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്തൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഗ്യാസ് ഫോം ചെയ്യുന്ന തരത്തിലുള്ള ഫുഡ് ഐറ്റംസ് നിങ്ങൾ കഴിക്കാതിരിക്കുക. പരിപ്പ് വർഗ്ഗങ്ങളാണെങ്കിലും അതുപോലെ തന്നെ കപ്പ, ഉരുളക്കിഴങ്ങ്, അങ്ങനെയുള്ള ഭക്ഷ്യവസ്തുക്കളൊക്കെ നമ്മൾ കൂടുതലായിട്ട് അങ്ങോട്ട് കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. എപ്പോഴും കഴിക്കുന്നത് ഒറ്റ സ്ട്രെച്ചിൽ 3 നേരം അങ്ങനെ കഴിക്കാനായിട്ട് പാടില്ല. നമ്മൾ
കൗണ്ട് കൂട്ടിയിട്ട് ക്വാണ്ടിറ്റി കുറയ്ക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ കഴിക്കുന്ന ഇപ്പോൾ ഉച്ചയ്ക്ക് നിങ്ങൾ എടുക്കുന്ന ചോറ്, ഇപ്പോൾ ഒരു കയ്യിൽ ചോറ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ അരക്കൈയിൽ വീതം 2 മണിക്കൂർ ഇടവിട്ട് നിങ്ങൾ എടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ ഒന്ന് ദഹിച്ച് അടുത്തത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ബോഡി പ്രിപ്പയർ ആകും. അപ്പോൾ നമുക്ക് ഹാർട്ട് ബേണോ അല്ലെങ്കിൽ ഫ്രീക്വന്റ് ആയിട്ട് ബർപ്പിങ്ങോ ഒക്കെ ഉണ്ടാകുന്ന സിറ്റുവേഷൻസ് പ്രിവെന്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ. അങ്ങനെയൊക്കെ മൗത്തിന്റെ pH ബാലൻസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. അടുത്തൊരു റീസൺ ആണ് സ്ട്രെസ് എന്ന് പറയുന്നത്. സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്തും ഉണ്ടാകുന്ന ഹോർമോൺ ഫ്ലക്ച്വേഷൻസ് കൊണ്ടും മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നത് കൊണ്ടും നിങ്ങൾക്ക് ഇതുപോലുള്ള അൾസർ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. നാവിൽ ജസ്റ്റ് ഒരു കുരു പോലെയോ അല്ലെങ്കിൽ നാവിൽ വ്രണോ ഒക്കെ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ബുദ്ധിമുട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവുന്നത് കേട്ടോ. ചില ആളുകൾക്ക് ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറിയിട്ട് രണ്ടാമതായിട്ട് ഉണ്ടാകുന്ന ഒരു ലക്ഷണമാണ് ഓറൽ, നമ്മുടെ ടങ്കിന്റെ ഭാഗത്ത് ത്രഷ് എന്ന് പറയും. അതായത് നാവില് പൂപ്പൽ നന്നായിട്ട് ഉണ്ടാവുക, ഭയങ്കര തിക്കായിട്ട് നാവില് പൂപ്പൽ ഉണ്ടാവുക. ഈ കുഞ്ഞു കുട്ടികളുടെ നാവൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ പൂപ്പൽ ഉണ്ടാവുക. നമ്മൾ സാധാരണ ടങ് ക്ലീൻ ചെയ്ത് അങ്ങനെ അത് ക്ലീൻ ചെയ്താണ് നാച്ചുറലി കളയാറ്. പക്ഷെ ഇതിന്റെ അളവ് ഭയങ്കരമായിട്ട് കൂടി വരിക പലപ്പോഴും പലർക്കും ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ. അത് പ്രഗ്നൻസി ആകുന്ന സമയത്തും നോർമലായിട്ട് നമുക്ക് ഉണ്ടാവുന്ന ഒരു മാറ്റമാണ്. പ്രഗ്നൻസി ഒക്കെ കഴിഞ്ഞിട്ട് ഡെലിവറി ഒക്കെ ആയ ഒരു 2 മാസമൊക്കെ ആയി കഴിയുമ്പോഴേക്കും ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഈ ഒരു സിറ്റുവേഷനൊക്കെ മാറി പോകാനായിട്ടാണോ ചാൻസ്. ഇനി ഈ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അതെങ്ങനെ ഓവർകം ചെയ്യാമെന്ന് നോക്കാം. തൈര് കഴിക്കുന്നത്, കേർഡ് കഴിക്കുന്നത്, യോഗേർട്ട് കഴിക്കുന്നതും ഒക്കെ ആ ഒരു pH ബാലൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രോബയോട്ടിക് ആണല്ലോ. അപ്പോൾ എല്ലാം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഉപ്പുവെള്ളം ഇടയ്ക്ക് വായിൽ കൊണ്ട് ക്ലീൻ ചെയ്യുന്നത് ആ ഒരു pH ബാലൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും ഇൻഫെക്ഷൻസ് ഒക്കെ ഒന്ന് ക്യൂർ ചെയ്യുന്നതിനും വേണ്ടിയിട്ടുള്ളൊരു സപ്പോർട്ട് നമുക്ക് തരുന്നുണ്ട് കേട്ടോ. ചില ആളുകൾക്ക് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് കൊണ്ടായിരിക്കും ഇങ്ങനെ ഉണ്ടാകുന്നത്. അപ്പോൾ പ്രഗ്നൻസിയുടെ സമയം മുതൽക്ക് തന്നെ പ്ലാൻ ചെയ്യുന്ന സമയം മുതൽക്ക് തന്നെ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, ചേച്ചി എന്തൊക്കെയാണ് ഈ ഹെൽത്തി ഫുഡ്സ് എന്ന്. നമ്മൾ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് അതൊക്കെയാണ് ഈ ഹെൽത്തി ഫുഡ്സ് എന്ന് പറയുന്നത്. അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് എന്തൊക്കെ വരും? എണ്ണയിൽ വറുത്തിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, അതുപോലെ തന്നെ പാക്കറ്റിൽ വറുത്തിട്ടുള്ള പലഹാരങ്ങൾ, പേസ്ട്രീസ്, കുക്കീസ്, അതുപോലെയുള്ള കാര്യങ്ങൾ, പിന്നെ പുറത്തുനിന്ന് നമ്മൾ കഴിക്കുന്ന ഫാസ്റ്റ് ഫുഡ്, ജങ്ക് ഫുഡ്, പ്രോസസ്ഡ് ഫുഡ്, ഇതെല്ലാം പെടുന്നത്. പുറത്തുനിന്ന് നമ്മൾ മേടിച്ച് കഴിക്കുന്ന എല്ലാ വസ്തുക്കളും തന്നെ ഓൾമോസ്റ്റ് അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണ്. അതൊക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. പ്രഗ്നൻസി നമ്മളിപ്പോൾ ഈ ഒരു മാർച്ച് മാസത്തിൽ നമ്മൾ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ആവേണ്ടത് മാർച്ച് മുതലല്ല, ഒരു 3 മാസം മുൻപ് മുതൽ നമ്മൾ ട്രൈ ചെയ്ത് തുടങ്ങി കഴിഞ്ഞാലേ മാർച്ചിൽ നമുക്ക് പ്രഗ്നൻസി കിട്ടുള്ളൂ. കാരണം മാർച്ചിലോട്ട് വേണ്ടിയിട്ടുള്ള അണ്ടം ഓൾറെഡി നമ്മുടെ ബോഡി 3 മാസം മുമ്പ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ഓൾമോസ്റ്റ് ഡിസംബറിൽ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ഇത് ഞാൻ പറയുന്നത് ഇപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡ് മാർച്ചിൽ വരുന്നു അല്ലെങ്കിൽ ഏപ്രിലിൽ വരുന്നു, ചേച്ചി മാർച്ച് മുതൽ തുടങ്ങിയാൽ പോരെ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഒരു 3 മാസം മുതൽക്ക് തന്നെ എഗ്ഗിനെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ഇത്ര എഗ്ഗ് ഇതിന് വേണ്ടിയിട്ട് ഉണ്ടാവണം എന്ന് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാകും ശരീരം. ആ എഗ്ഗിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാം നമ്മൾ കൊടുക്കണമെങ്കിൽ നേരത്തെ മുതൽക്ക് തന്നെ നമ്മൾ ട്രൈ ചെയ്ത് തുടങ്ങണം കേട്ടോ. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ കഴിക്കുന്ന ഫുഡ് ഐറ്റംസും ഒക്കെ നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഇനി വിറ്റമിൻ ഫുഡ് ഐറ്റംസ് ഒന്നും കൃത്യമായിട്ട് എടുക്കാൻ പറ്റാത്തവരാണ് നിങ്ങളെങ്കിൽ വിറ്റമിൻ സപ്ലിമെന്റ്സ് എങ്കിലും ഡോക്ടറോട് ചോദിച്ചിട്ടോ ഫിസിഷ്യനെ കണ്ടിട്ടോ ആശാ വർക്കറോട് ചോദിച്ചിട്ടോ നിങ്ങൾ എടുക്കാനായിട്ട് നോക്കുക. അതല്ലാതെ ഡയറക്റ്റ് മെഡിക്കൽ ഷോപ്പിൽ പോയി മേടിച്ച് കഴിക്കാതിരിക്കുന്നതാണ് നിങ്ങളുടെ ബോഡിക്ക് നല്ലത്. കാരണം നിങ്ങൾ പ്രഗ്നൻസി ട്രൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിയിട്ട് ഐഡിയൽ ആയിട്ടുള്ള ഒരു രീതിക്ക് മെഷർ ചെയ്ത് തരാൻ വേണ്ടിയിട്ട് ഡോക്ടർക്കേ പറ്റുള്ളൂ. അപ്പോൾ അവരെ കണ്ടതിന് ശേഷം നിങ്ങൾ പ്രിനേറ്റൽ വിറ്റമിൻസ് ഒരു 3 മാസം മുൻപ് മുതൽക്കൊക്കെ എടുത്ത് തുടങ്ങുന്നത് ഇതുപോലുള്ള ഹെൽത്ത് ഇഷ്യൂസ് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കും കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും.
അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.